ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ തോൽവി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. FC ഗോവയ്ക്കെതിരെ. അതും പോയിന്റ് ടേബിളിൽ പ്ലേ ഓഫിലേക്കൊക്കെ ക്വാളിഫൈ ആവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് തുടർച്ചയായിട്ടുള്ള 2 മാച്ചുകളിൽ ബ്ലാസ്റ്റേഴ്സ് 6 പോയിന്റ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. 2 മാച്ചിലെ തോൽവി എന്ന് പറയുമ്പോൾ അത് അതിദാരുണമായുള്ള തോൽവിയാണെന്ന് കൂടി പറയേണ്ടി വരും. കാരണം 2 മാച്ചുകളിലും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോള് പോലും തിരിച്ചടിക്കാൻ പറ്റിയിട്ടില്ല. മോഹൻ ബഗാനെതിരെ 2 ഗോൾ, ഈ മാച്ചിൽ 3 ഗോൾ, അങ്ങനെ ടോട്ടൽ 5 ഗോൾ ബ്ലാസ്റ്റേഴ്സ് 2 മാച്ചിനുള്ളിൽ കൺസിഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റാറയ്ക്ക് ശേഷം വീണ്ടും ആ ഗോൾ കൺസിഡ് ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു ഉയർന്ന കണക്കിലേക്ക് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു മാച്ച് ടോട്ടലി നമ്മൾ 90 മിനിറ്റ്സ് നോക്കുകയാണെങ്കിലും ഒരു തരത്തിലും ഒരു അഡ്വാൻറ്റേജ് ഓപ്പണൻറ്റിനെതിരെ നമുക്കൊരു അറ്റാക്കിംഗ് വൈസ് ആണെങ്കിലും ഡിഫെൻസീവ്ലി ആണെങ്കിലും ടോട്ടലി ഒരു ബാലൻസ് വൈസ് ആണെങ്കിലും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പല സമയത്തും നമുക്കൊരു സ്ട്രൈക്കിംഗ് സോണിൽ വേക്കൻറ്റ് ഫീല്, നമ്മളൊരു മാച്ചിലേക്ക് വരുമ്പോൾ ലൈനപ്പ് തന്നെ കാര്യമായ രീതിയിൽ വർക്കായില്ല എന്ന് പറയേണ്ടി വരും. ചില മാറ്റങ്ങൾ ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് മാച്ച് അവസാനിക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റും അതൊന്നും വർക്കായില്ല എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമ്മളൊരു മാച്ചിൽ കണ്ട കാര്യം ഡബിൾ സ്ട്രൈക്കറിനെ യൂസ് ചെയ്യുന്ന ആ ഒരു രീതി നിലനിർത്തിയെങ്കിലും പെപ്രയെ പുറത്തിരുത്തിയിട്ട് പകരം ഒരു ഇന്ത്യൻ സ്ട്രൈക്കറിനെ, അത് സ്ട്രൈക്കറല്ല കോറൂസിങ്ങിനെയാണ് നമ്മൾ പല സമയത്തും നമ്മൾ ഹിമിനസിൻ്റെ ഒപ്പം ഫ്രണ്ടിൽ കണ്ടത്. ലൂണയെ നമ്മൾ ഇവാനൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ട് കാണാൻ സാധിച്ചു. റൈറ്റിൽ അമവിയ ഒരു വിങ്ങറായിട്ട് വന്നപ്പോൾ വിപിനും ഡാനിഷുമാണ് ഡബിൾ പിവട്ട് അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ് സെൻറ്റർ മിഡ് റോളിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. സെൻറ്റർ ബാക്കുമാരായിട്ട് 2 ഫോറിൻ പ്ലേയേഴ്സിനാണ് കളിപ്പിച്ചത്, മിലോസും അതുപോലെ തന്നെ ലഗറ്റോറും. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ മാറ്റമായിട്ട് ഇവാൻ ദോഹലിംഗ് ആ ഒരു ഫസ്റ്റ് ലെവലിലേക്ക് വന്നിരുന്നു. നവോച്ച അതുപോലെ വന്നു. ആൻഡ് ഗോൾ കീപ്പിങ്ങിൽ നമ്മൾ കമൽജിത്തിനെ നമ്മൾ ഈ ഒരു മാച്ചിൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഈ ലൈനപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല സമയത്ത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായ രീതിയിൽ അറ്റാക്കിംഗ് കോമ്പിനേഷൻസ് കളിക്കാനോ അറ്റാക്കിൽ ഈ പറയുന്ന പോലെ ഒരു നല്ല ബോൾ ഓടിയെടുക്കാനോ സ്ട്രൈക്കേഴ്സ് ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ. നമ്മളിപ്പോൾ കോറൂസ് ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ കളിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആവറേജ് പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം തനത് കളിക്കുന്ന രീതിയിൽ പല സമയത്തും റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ കുറച്ചുകൂടി കൂടുതലായിട്ട് അങ്ങനെ അറ്റാച്ചായി നിൽക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹിമിനസിന് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഹിമിനസിന് പാസ് സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു കോമ്പിനേഷൻ കളിക്കാനോ ഫ്രണ്ടിൽ പല സമയത്തും ഒരു വേക്കൻറ്റ് ഫീൽ നമുക്ക് വരുന്നുണ്ടായിരുന്നു. സോ അത് ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു അറ്റാക്കിംഗ് കൺട്രോൾ, നമുക്ക് ഒരു ഓൺ ടാർഗറ്റ് പോലും ഫസ്റ്റ് ഹാഫിലില്ല. 2 ഷോട്ട് മാത്രമേ ഉള്ളൂ, അതും ഓൺ ടാർഗറ്റിലേക്കല്ല. സോ ആ രീതിയിൽ നമുക്ക് എവിടേക്കോ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു കൺട്രോൾ കിട്ടാത്തതിൽ, നമുക്ക് തുടക്കം തന്നെ ആ ഒരു ഓപ്പണറിനെതിരെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റാത്തതിൽ ഈ ഒരു അനാവശ്യമായുള്ള ലൈനപ്പ് ചേഞ്ച് കാരണമായിട്ടുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വീണ്ടും പെപ്പറെ കൊണ്ടുവരാതെ ലൂണയെ ഫ്രണ്ടിലേക്ക് കളിപ്പിച്ചിട്ട് നമ്മുടെ അമവിയനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ ലൂണ ഈ അവിടെ ഫ്രണ്ടിൽ നിന്ന് ഒരു സ്ട്രൈക്കിംഗ് സോൺ പോസിഷൻ എടുത്ത് കളിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ അല്ല. അദ്ദേഹം ഇറങ്ങി വരും, ഈ പറഞ്ഞ പോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും മുന്നോട്ടേക്ക് ആ ഒരു പന്ത് സപ്ലൈനൊക്കെ ആയിട്ട് ഒരുപാട് ഡ്രോപ്പ് ചെയ്ത് വന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ ഹേസൂസ് പല സമയത്തും ഒറ്റക്കായി പോകുന്നതും ആദ്യത്തിലേക്ക് പന്തുകൾ എത്തിയാൽ തന്നെ അതിനൊരു പാസ് കളിക്കണമെങ്കിൽ തന്നെ അത് മൈനസ് പാസ് ആയിരിക്കും. അങ്ങനെ ഫ്രണ്ടിലേക്ക് അറ്റാക്കിലേക്ക് പോകാനും ഈ ഒരു മാച്ചിൽ സാധിച്ചിട്ടില്ല. വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു മാച്ചിൽ പെപ്ര ഒരു ലെവലിലേക്ക് വരുന്നത്. സോ ഒരു ടോട്ടൽ മാച്ചിൽ പെപ്ര അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ, ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു സാധനം പല സമയത്തും മിസ്സാവുന്ന രീതിയിൽ കാണാൻ സാധിച്ചിരുന്നു. സോ ആ ഒരു ലൈനപ്പ് ചേഞ്ച് ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ഹേസൂസ് അവിടെ സെറ്റ് ആവാത്തതുപോലെയും അതിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുപോലെയും ഫീൽ ചെയ്തു. ആൻഡ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഉടനീളം ഗോവയുടെ നല്ലൊരു പ്രസ്സിങ് ബ്ലാസ്റ്റേഴ്സിനെ ഒരു മാച്ചിൽ കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ വീക്കാക്കിയിട്ടുണ്ട്. അവരുടെ ഹൈ പ്രസ്സിങ് അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് കയറി വന്നിട്ടുള്ള പ്രസ്സിങ് പല സമയത്തും സ്മൂത്തായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പന്ത് എത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ടോട്ടലി പറഞ്ഞ പോലെ നമുക്കൊരു ഒന്ന് ഹോൾഡ് ചെയ്യാനോ ഒന്ന് കാര്യമായിട്ട് പോഷൻ വെക്കാനോ അറ്റാക്കിലേക്ക് വരാനോ ഒന്നും നമ്മുടെ FC ഗോവ അനുവദിച്ചിട്ടില്ല. ഇനി വന്ന സമയത്താണെങ്കിൽ അവർ നല്ല രീതിയിൽ ഒടയവൻ ഇന്ത്യ അതുപോലെ തന്നെ സന്ദേശ് സിംഗ് ചില സമയത്ത് അവരുടെ ഡിഫെൻഡിങ് കാണുമ്പോൾ നമുക്ക് കൊതിയാവാണ്. ഇങ്ങോട്ടേക്ക് ഒരു പന്ത് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലൊക്കെ ഗോൾ കയറും. പക്ഷെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു 90% ചാൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടിയാൽ പോലും അത് എങ്ങനെയെങ്കിലേക്ക് വന്ന് ഈ 2 ഡിഫൻഡേഴ്സ് ഒന്ന് ഒഴിവാക്കുകയാണ്. ഏരിയൽ ബോളൊക്കെ കളിച്ചിട്ട് യാതൊരു കാര്യമില്ല. സന്ദേശ് സിംഗിനും ഒടയുള്ള സമയത്ത് അവർ എന്തായാലും ക്ലിയർ ചെയ്യും. സോ അങ്ങനെ അവരെ കാര്യമായ രീതിയിൽ പരീക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. പക്ഷേ വന്ന സമയത്ത് അവർ വളരെ നീറ്റായിട്ട് അവരുടെ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് നമ്മളെ ആ ഒരു ഡിഫൻസീവിലും ബീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അറിയാം ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് മിലോസിൻ്റെ ഡിഫെൻഡിങ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില റിക്കവറീസ്, പന്ത് ഈ പറഞ്ഞ ബ്ലോക്ക് ചെയ്ത് പന്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ക്ലിയറൻസിലേക്കൊന്നും പോവാതെ വീണ്ടും അതൊരു പാസ്സാക്കി മാറ്റി വീണ്ടും പൊസിഷൻ കീപ്പ് ചെയ്യുന്നൊരു പരിപാടി അത് ഈ ഒരു മാച്ചിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഫസ്റ്റ് ഹാഫിൽ മിലോസിൻ്റെ. ആൻഡ് ഡിഫൻസീവ് പാർട്ടിലാണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ ബ്ലോക്ക്, ഇൻ്റർസെപ്ഷൻ, പന്ത് ആ ഒരു ഓപ്പണൻ ടീമിൻ്റെ ഷീൽഡ് ചെയ്തെടുക്കുന്ന കാര്യത്തിലൊക്കെ നന്നായിട്ട് ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ മിലോസ് കളിച്ചിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഗോൾ വന്ന സിറ്റുവേഷനിലൊക്കെ എവിടേക്കോ ഒന്ന് പിന്നോട്ട് വലിയുന്ന മിലോസിന് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഈ ഒരു മാച്ചിൽ എടുത്ത് വേണ്ട മറ്റൊരു പ്ലെയർ എനിക്ക് തോന്നിയത് റൈറ്റ് ബാക്ക് പൊസിഷൻ കളിച്ചിട്ടുള്ള ഇബാൻ, അദ്ദേഹം ലൈനപ്പിലേക്ക് വീണ്ടും ഈ ഒരു മാച്ചിൽ തിരിച്ചു വന്നു അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം
നമ്മൾ അതായത് സൈൻ ചെയ്ത ശേഷം നമുക്ക് കാര്യമായ രീതിയിലൊരു ഫുൾ സ്ട്രെച്ചിൽ കുറച്ചധികം മാച്ചുകൾ കളിപ്പിക്കാനേ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരും, ഇഞ്ചുറി വരും. ഇനി ഇഞ്ചുറി ഒന്നും ഇല്ലെങ്കിൽ അദ്ദേഹമായിട്ട് റെഡ് കാർഡ് വാങ്ങിച്ച് പുറത്തേക്ക് പോകും. ആൻഡ് ഈ മാച്ചിലും നമുക്ക് ഫുൾ ടൈം അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇനി വരുന്ന മാച്ചിലും നമ്മൾ റൈറ്റ് ബാക്ക് പോസ്റ്റിൽ അദ്ദേഹത്തെ കാണുമെന്നറിയില്ല. ഒരു ഇഞ്ചുറി വന്നിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. സോ ഇതെന്ത് തരം ഗതികേടാന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇനി സന്ദീപ് വല്ല ഹോമം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു പിടിയില്ല. അദ്ദേഹത്തിനാണ് കൂടുതൽ അവസരം കിട്ടുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് ചാൻസ്, ക്രോസുകൾ കൊടുക്കാൻ പറ്റുന്ന, കട്ട് ബാക്ക് കൊടുക്കാൻ പറ്റുന്ന, അങ്ങനെ ഒരുപാട് ചാൻസുകൾ സന്ദീപായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഗോൾ വന്ന സിറ്റുവേഷനിലും ഒരു പ്രോപ്പർ ഡിഫെൻഡിങ് നമുക്ക് സന്ദീപിൻ്റെ അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. സോ സന്ദീപാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏക ഓപ്ഷൻ. അദ്ദേഹത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ഇങ്ങനെ പിഴവും വരുന്നുണ്ട്. സോ ഈബാനെ കളിപ്പിക്കാൻ പറ്റാത്തത്, മര്യാദക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അദ്ദേഹം കളിച്ച സമയം അത്രയും നന്നായിട്ട് എഫേർട്ട് ഇട്ട് കളിച്ചിട്ടുണ്ട്. ഡിഫെൻസീവിൽ ആണെങ്കിൽ കുറേ ഫ്ലൈയിങ് ഹെഡേഴ്സൊക്കെ നമ്മൾ ഒരു മാച്ചിൽ കണ്ടിരുന്നു. പക്ഷേ ആ ഒരു ടൈപ്പ് ഓഫ് എഫേർട്ടൊന്നും സന്ദീപിനെ കൊണ്ട് പറ്റുന്നില്ല. ആൻഡ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് നവോച്ച കൈകാര്യം ചെയ്തത്. സോ ടോട്ടലി ഒരു മാച്ച് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഡിഫൻസീവ് ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ നന്നായത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നമുക്ക് അറ്റാക്കിംഗ് വൈസ് അവരെ ഒന്ന് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോമ്പിനേഷൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനോ കൃത്യമായതിൽ ബോളുകൾ മുന്നോട്ടേക്ക് വരാനൊന്നും സാധിച്ചിട്ടില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചിൽ എയിമിൻ്റെ ഇൻഫ്ലുവൻസ് അത്യാവശ്യം നന്നായിട്ട് എനിക്കൊരു മാച്ചിൽ ഫീൽ ചെയ്തു. അദ്ദേഹം അമവിയേക്കാൾ നന്നായിട്ട് ആ ഒരു ബെറ്റർ പൊസിഷൻ പല സമയത്തും ബോക്സിനകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. ഒരു നല്ല ചാൻസ് ബോക്സിനകത്തേക്ക് വെച്ചു കൊടുത്തു. ആൻഡ് പല സമയത്തും എയിമിന് പന്തിട്ടുമ്പോൾ ഒരു നല്ല ഡേഞ്ചറസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പലപ്പോഴും അതിന് സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഈ പറയുന്ന പോലെ എവിടേക്കോ ലൈനപ്പിലേക്ക് സ്റ്റാർട്ടിംഗ് 11 വരേണ്ട രീതിയിൽ നമുക്കൊരു മാച്ചിൽ അമവിയുടെ പെർഫോമൻസ് മാറുന്നുണ്ട്. ആൻഡ് ഈ ഒരു മാച്ച് ടോട്ടലി എവിടേക്കോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മളൊരു സ്ട്രൈക്കറിനെ വെച്ച് കളിക്കാനാണെങ്കിൽ അമവിക്ക് പകരം എയിമിനെ ട്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ അമവി കളിച്ചിട്ടുള്ള റൈറ്റ് വിങ് പൊസിഷനിൽ നമ്മൾ ഈ കോറുവിനെ കളിപ്പിച്ചിട്ട് അവിടെ ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ നമുക്ക് അവൈലബിൾ ആണ്. ഇഷാൻ പണ്ഡിത് ആദ്യത്തെ കളിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് തോന്നുന്നുണ്ട്. സോ ടോട്ടലി ഒരു മാച്ചിൽ അറ്റാക്കിംഗ് വൈസ് ആ ഒരു സ്ട്രൈക്കറിൻ്റെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ, സപ്പോർട്ടിംഗ് സ്ട്രൈക്കറിൻ്റെ ഒരു വേക്കൻറ്റ് ഫീലിംഗ് നമുക്കൊരു മാച്ചിൽ നന്നായിട്ട് പ്രശ്നമായിട്ടുണ്ട്. ആൻഡ് ഗോവയുടെ ഹൈ പ്രസിങ്ങും അതിൽ ബ്ലാസ്റ്റേഴ്സിന് കാര്യമായ രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതും ഡിഫെൻസീവിലി നമ്മൾ വഴങ്ങിയുള്ള രണ്ട് ഈ പറയുന്ന ഈസി ഗോളുകൾ, അതും ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് തോൽവിക്ക് കാരണമായിട്ടുണ്ട്. എവിടെയൊക്കെ ഒരു ടഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു. ആൻഡ് പ്ലേയേഴ്സൊക്കെ വളരെയധികം ഡൗൺ ആയ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ആ ഒരു തിരിച്ചു വരണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഈ മാച്ചിൽ കാണാൻ സാധിച്ചില്ല. സോ എന്തുകൊണ്ടും തോൽവി ഡിസർവിംഗ് ആയൊരു തോൽവി നമ്മൾ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇനി വരുന്ന മാച്ചുകളിൽ മറ്റ് ടീമുകളുടെ റിസൾട്ടുകൾ നമ്മളെ ബാധിച്ചേക്കാം. അതിനൊക്കെ പുറമെ നമ്മൾ തന്നെ നമ്മുടെ കുഴി തോണ്ടുന്നുണ്ട്. സോ അതുകൊണ്ട് മറ്റ് ടീമുകളെ നമ്മൾ ആശ്രയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ ജയിച്ചേ പറ്റൂ. എന്തായാലും മറ്റൊരു നിരാശകരമായുള്ള മാച്ച്, കാര്യമായ രീതിയിൽ അങ്ങനെ എടുത്തു പറയാൻ പാകത്തിനൊന്നും ഇല്ലാത്ത, ഓപ്പണന്റ് ടീമിൻ്റെ ടാക്റ്റിക്കലി നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റാത്ത, ഓപ്പണന്റ് ടീമിൻ്റെ ടാക്ടിക്സിൽ നമ്മൾ ബീറ്റായി പോയ മറ്റൊരു മാച്ചായിട്ട് ഇത് മാറുന്നുണ്ട്. എന്തായാലും ഈ ഒരു മാച്ചിൽ ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കുക. നമുക്കിതെല്ലാം മറ്റൊരു കാണാം. Bye.